Hi all, welcome to I Plus Training Solutions. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ CSIR പേപ്പർ 1-ന്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോക്കാം, ഒന്നാമത്തെ ചോദ്യം തൊട്ട് നമുക്ക് അങ്ങ് പോവാം അല്ലേ. അപ്പോൾ ഒരു ക്വാണ്ട് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഈ പറയുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഒന്ന് നോക്കിയേ, എന്താ ക്വസ്റ്റ്യൻ എന്ന്. ഫൈൻഡ് ദ wrongly placed number in the series. ഒരു നമ്പർ സീരീസ് ആണ് അല്ലേ, ഒരു നമ്പർ സീരീസ് തന്നിട്ടുണ്ട്, അതിൻ്റെ റോങ് നമ്പർ സീരീസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്, ഒന്ന് റോങ് നമ്പർ സീരീസും അതുപോലെ മിസ്സിംഗ് നമ്പർ സീരീസും. അതിൽ മിസ്സിംഗ് നമ്പർ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് കണ്ടുപിടിക്കാൻ, കാരണം ബ്ലാങ്ക് ഉള്ളവനെ കണ്ടുപിടിക്കാനായിട്ട് കൂട്ടുക അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക അത് കുറച്ച് ഈസിയാണ്. പക്ഷേ നമുക്ക് ഒരു CSIR പോലത്തെ ഒരു എക്സാം ഒക്കെ വരുമ്പോൾ കുറച്ചൊന്ന് ഡിഫിക്കൽട്ടി ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പ്രിപ്പയർ ചെയ്യാനായിട്ട്. നമ്മുടെ മാത്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഹൈ ലെവലിലായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താ, നമ്മുടെ റോങ്ലി നമ്പർ പ്ലേസ് അല്ലെ, റോങ് നമ്പർ ഏതാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒന്നാമത്തെ നമ്പർ 9, 2 22 52 116 244 516. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇവൻ ആഡ് ചെയ്ത് പോകുന്ന സീരീസ് ആണോ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന സീരീസ് ആണോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഒരു നമ്പർ സീരീസിൽ റോങ് നമ്പർ നോക്കുമ്പോൾ, റോങ് നമ്പർ ആയാലും മിസ്സിംഗ് നമ്പർ ആയാലും ചെയ്യുന്ന മെത്തഡല്ല ഒരുപോലെ തന്നെയാണ്. ഫസ്റ്റ് നോക്കേണ്ടത് ഇവൻ ആഡ് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നു, സ്ക്വയർ എടുത്ത് പോകുന്നു, ക്യൂബ് എടുത്ത് പോകുന്നു, അങ്ങനത്തെ ആരെങ്കിലും ആണോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ അത് എങ്ങനെ ചെക്ക് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്പേഴ്സ് നമുക്കുണ്ട് അല്ലെ, നമ്പേഴ്സിൽ ചെറിയ ഡിഫറൻസ് ആണെങ്കിൽ അത് മിക്കവാറും ആഡ് ചെയ്ത് പോകുന്നതായിരിക്കും. ഒരു നമ്പറിൽ നിന്ന് മറ്റൊരു നമ്പറിലേക്ക് പോകുന്ന ഡിഫറൻസ് ഒരേപോലെ ഒരു ഗ്രാജുവൽ ഇൻക്രീസ് ആണ്. ഇപ്പോൾ 9 22 22 52 52 116, അത് 244, അവൻ 516. ഇവിടെ ഒരു സഡൻ ചേഞ്ച് അല്ലേ, ഒരു കുഞ്ഞു നമ്പറിൽ നിന്ന് ഒരു വലിയൊരു നമ്പറിലോട്ട് പോവയല്ലേ അല്ലെ. 22 50 116. അപ്പോൾ ഇവിടെ വരുമ്പോൾ വ്യത്യാസം 200, ഇവിടെ വരുമ്പോൾ 100, ഇവിടെ വരുമ്പോൾ ഒരു 50, ശരിയല്ലേ. വ്യത്യാസം എന്ന് പറയുന്നത് ഇരട്ടി ആയിട്ട് പോവയല്ലേ. അപ്പൊ മിക്കവാറും ഇവൻ ആഡ് ചെയ്ത് പോകുന്ന സീരീസ് അല്ല, ഇവൻ എന്ത് സീരീസ് ആയിരിക്കും, മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന സീരീസ് ആയിരിക്കും. അപ്പൊ അതാണ് നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത്. എന്ത് ഐഡന്റിഫൈ ചെയ്യുക, നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന സീരീസ് ആണോ അല്ലെങ്കിൽ ആഡ് അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്ത് പോകുന്ന സീരീസ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ നമ്പേഴ്സ് കണ്ടപ്പോൾ മനസ്സിലായി ഇത് ആഡ് ചെയ്ത് പോകുന്ന സീരീസ് അല്ല, പകരം എന്ത് നമ്പേഴ്സാണ്, ഇവന്മാരെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന സീരീസാണ്. ശരിയല്ലേ. നോക്കി, എത്രയോ ഒരു മൾട്ടിപ്പിൾ അല്ലെ, ഇവിടെ ഒരു മൾട്ടിപ്പിൾ ആണ്, ഇവിടെ ഒരു മൾട്ടിപ്പിൾ ആണ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഇരട്ടി പോലെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ആഡിന്റെ അല്ല കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണേ, നമ്മൾ മൾട്ടിപ്പിൾ വേണം കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ. അപ്പൊ നമുക്ക് എങ്ങനെ പോകാമെന്നാണ് നോക്കാം. ആദ്യം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്, ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കുകയാണ്. നമുക്കൊരു കൃത്യമായിട്ട് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല ഇതിലാണ് ആ റോങ് നമ്പർ സീരീസ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ 9 12 52 116. അപ്പോൾ എനിക്ക് മനസ്സിലായി ഏതാണ്ട് ഒരു ഇരട്ടി അടുപ്പിച്ച് വരും നമ്മുടെ ആൻസർ, ശരിയല്ലേ. ഒരു ഇരട്ടി ആ ഒരു രീതിക്കാണ് അവന്മാർ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒരേ രീതിയിലായിരിക്കണം പോയണ്ടേ. അപ്പൊ ഞാനൊന്ന് ചെക്ക് ചെയ്യാണ്. 9 ഇരട്ടി 9 into 2 അല്ലെ, 9 into 2, ഒരു into 2 കൊടുക്കുമ്പോൾ അത് എത്രയായി, 18. 18ന്റെ കൂടെ എത്ര കൂട്ടിയപ്പോൾ 22, ഒരു 4 കൂട്ടിയപ്പോൾ ആയിരിക്കും അല്ലെ. അപ്പൊ ആദ്യത്തെ ആൾ എന്തായിരിക്കും, ആദ്യത്തെ ആളെന്ന് പറയുന്നത് into 2 plus 4, കറക്റ്റ് അല്ലേ. into 2 ചെയ്തു പ്ലസ് 4 ചെയ്തപ്പോൾ 22 ആയി. ഇതേ പാറ്റേൺ ആണോ ബാക്കിയുള്ളതും കൂടെ ഒന്ന് നോക്കാം. ഇവൻ into 2 എത്രയായി, 44 ആയി അല്ലെ. 44ന്റെ കൂടെ എത്ര ചെയ്തപ്പോൾ 52, ഒരു 8. അപ്പോൾ into 2 പ്ലസ് ഒരു 8. അപ്പൊ into 2 ആണ്. ആദ്യത്തേല് 4, രണ്ടാമത്തേല് 8. ഇതേ പാറ്റേൺ ആണോ നോക്കുന്നത് നോക്കാം. മൂന്നാമത്തേല് into 2 52 into 2 104. 104ൽ നിന്ന് ഇവിടെ വന്നപ്പോൾ ബാക്കി 12 അല്ലെ. into 2 പ്ലസ് 12. അപ്പൊ എനിക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായി. into 2 plus 4 into 2 plus 8 into 2 plus 12. അങ്ങനെയാണെങ്കിൽ അടുത്ത് എന്ത് വരണം,
ഇൻറ്റു 2 + 16 വരണം. ശരിയല്ലേ? വരുന്നുണ്ടോ നോക്കാം. ഇൻറ്റു 2 വരുമ്പോൾ 232. അവന്റെ കൂടെ പ്ലസ് എത്ര വന്നപ്പോഴാ? ഇവിടെ വന്നപ്പോൾ ഒരു 12 വീണ്ടും കൂടിയേ. കറക്റ്റ് ആയിരുന്നു അവൻ? അല്ല. വീണ്ടും ഞാൻ അവരെയും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. പക്ഷെ എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ എവിടെയോ എന്തോ ഒരു നമ്മുടെ കണ്ടിന്യൂറ്റിക്ക് ഒരു പ്രശ്നം പറ്റി അല്ലേ? അപ്പൊ ഇവിടെ വേണമെങ്കിൽ ആകാം. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ ആകാം. ആരാ? 244. ചിലപ്പോ 12 തന്നെ ആയിരിക്കാം, എനിക്കറിയില്ല. എന്നാൽ നമ്മൾ കൊടുത്തു നോക്കിയപ്പോൾ എനിക്കൊരു 12 എന്ന് പറയുന്ന ഒരു സാധനം കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻറ്റു 2 + 12. അപ്പൊ ഇവിടെ ഞാൻ കൊടുത്തു നോക്കി ഇൻറ്റു 2 കൊടുത്തപ്പോൾ എന്ത് കിട്ടി? ഇതൊരു 488. പിന്നെ ഒരു 12, 16, 28. കണ്ടോ, അവിടെ വീണ്ടും ഒരു ഗ്രാജുവൽ ഇൻക്രീസ് ആയി അല്ലെ? ഇൻറ്റു 2 + 28. അപ്പൊ ഈ പോയ ഒരു സീക്വൻസിന് ഇവിടെ എത്തിയപ്പോൾ എന്തോ ഒരു പ്രശ്നം വന്നു ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്റെ എറർ നമ്പർ സീരീസ് ആരാകാം? 244 ഈ പറയുന്ന 516 ഏതെങ്കിലും ഒന്നാവാം. മിക്കവാറും ആകാൻ ചാൻസ് ആരാ? 244. അപ്പൊ ഞാനൊന്ന് കൊടുക്കുകയാണ്, ഒന്ന് ചെക്ക് ചെയ്യുകയാണ് അതാണോ അല്ലയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ചെക്ക് ചെയ്ത് നോക്കുന്നത് ആക്ച്വലി നമുക്ക് ഇത്രയും 3 പേര് ഒരേപോലെ ആണെങ്കിൽ അടുത്ത ആൾ എന്ത് വരണം? ഇൻറ്റു 2 + 16 വരണം. ശരിയല്ലേ? 4, 8, 12, 16 വരണം. അങ്ങനെയാണെങ്കിലേ അവിടെ എന്ത് വരേണ്ടായിരുന്ന? ഇവിടെ 232 പ്ലസ് ഒരു 16 ആകുമ്പോൾ 248 വരണം അല്ലെ? 248 വരണം. അതാണോ അടുത്ത ചെയ്യുമ്പോൾ? ഇത് ആക്ച്വലി കറക്റ്റ് ആയിട്ടുള്ളവനാ അല്ലെ? കറക്റ്റ് സീരീസ് കറക്റ്റ് ആണെങ്കിൽ അവൻ കറക്റ്റ് ആയിട്ടുള്ളവനാ. ഇവനെ അടുത്ത് ഇൻറ്റു ഒരു 2 ചെയ്യുമ്പോൾ പ്ലസ് 20 ചെയ്യുമ്പോൾ ഈ പറയുന്ന 516 ആണോ കിട്ടുന്നത് നമുക്ക് ചെക്ക് ചെയ്യണ്ടേ? ചെക്ക് ചെയ്യണം. ആദ്യം നോക്കാം. എവനെ ഇൻറ്റു 2 ചെയ്യുമ്പോൾ 496. അവന്റെ കൂടെ ഒരു 20 ആഡ് ചെയ്തു. 20 ആഡ് ചെയ്തപ്പോൾ വിച്ച് ഈസ് 516. കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അവൻ കറക്റ്റാ? കറക്റ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ മാറിയതാരാ? 244 അല്ലേ മാറിയേ? ആക്ച്വലി വരേണ്ടിയിരുന്ന ഏതാ? 248 ആണ് വരേണ്ടിയിരുന്നത്. അവിടെ വന്നത് ആരാണ്? 244 ആണ് വന്നത്. അപ്പോൾ ഞാൻ എടുത്ത സീരീസ് എന്ത് തന്നെയാണ്? കറക്റ്റ് തന്നെയാണ്. ഇൻറ്റു 2 + 4, ഇൻറ്റു 2 + 8, ഇൻറ്റു 2 + 12, ഇൻറ്റു 2 + 16. പക്ഷെ അവിടെയാണ് മാറിയത്. 12 ആണ് വന്നത്. അടുത്തവൻ വരുമ്പോൾ 20 വരുമ്പോൾ നമുക്കുള്ള ആള് കറക്റ്റ് ആയി നമുക്ക് 516 കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ദെൻ എന്റെ എറർ നമ്പർ എന്ന് പറയുന്ന ആരാണ്? 244 ഈസ് ദ റൈറ്റ് ആൻസർ. ഒന്നാമത്തെ ചോദ്യം ക്ലിയർ അല്ലേ? റോങ് നമ്പർ സീരീസ്. റോങ് നമ്പർ സീരീസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാമല്ലോ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. ഒരു റേഷ്യോ ഒക്കെ കിടക്കുന്നു. അപ്പോൾ നമുക്ക് റേഷ്യോ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ചോദ്യം ആവാം അല്ലേ? എ ഡയമണ്ട് ബി ബ്രോക്കൺ ഇൻറ്റു 4 പീസസ്. ഒരു ഡയമണ്ടിനെ നമ്മൾ എന്ത് ചെയ്തു? 4 പീസസ് ആക്കി. ഹൂസ് വെയ്റ്റ്സ് ആർ ഇൻ ദ റേഷ്യോ. അവന്മാരുടെ വെയ്റ്റിന്റെ റേഷ്യോ 1:2, 2:3, 3:4. ഇറ്റ്സ് വാല്യൂ വാരീസ് ഡയറക്ട്ലി വിത്ത് ദ സ്ക്വയർ ഓഫ് ഇറ്റ്സ് വെയ്റ്റ്. ഇവന്റെ വാല്യൂ എന്ന് വെച്ചാൽ അവന്റെ എമൗണ്ട്, എത്ര കിട്ടുന്ന എമൗണ്ട് എങ്ങനെയാ വാരി ചെയ്യുന്നത്? വാരീസ് വിത്ത് ദ സ്ക്വയർ ഓഫ് ഇറ്റ്സ് വെയ്റ്റ്. അവന്റെ വെയ്റ്റിന്റെ സ്ക്വയർ അനുസരിച്ചാണ് അവന്റെ വാല്യൂ മാറുന്നത്. ഓക്കെ, എങ്കിൽ ഇഫ് ദ ഒറിജിനൽ വാല്യൂ ഓഫ് ദ ഡയമണ്ട് ഇൻ റുപ്പീസ് വാസ് 2,50,000, 2,50,000 ആണ് അതിന്റെ ഒറിജിനൽ വാല്യൂ എങ്കിൽ വാട്ട് വാസ് ദ ലോസ് ഇൻ ഇറ്റ്സ് വാല്യൂ ഡ്യൂ ടു ഡാമേജ് കോസ്ഡ് ബൈ ബ്രേക്കേജ്. ബ്രേക്കേജ് കാരണം ഉണ്ടായ ഡാമേജ് കാരണം എത്ര ലോസ് ഉണ്ടായി? അതാണ് നമ്മുടെ ചോദ്യം. വാട്ട് ഈസ് ദ ലോസ്? എത്രയാണ് നഷ്ടം സംഭവിച്ചത് എന്നതാണ് ചോദ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യം. ഓക്കെ, ചോദ്യം ഓക്കെ അല്ലേ? ഒരു ഡയമണ്ട് ഉണ്ട്. ഡയമണ്ടിനെ നമ്മൾ 4 പീസസ് ആക്കി കട്ട് ചെയ്തു. ഈ ഡയമണ്ടിന്റെ വാല്യൂ മാറുന്നത് എങ്ങനെയാണ്? അവന്റെ വെയ്റ്റിന്റെ സ്ക്വയർ അനുസരിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 10 കിലോയുടെ ഒരു ഡയമണ്ട് ഉണ്ടെന്ന് വെച്ചോ. 10 കിലോയുടെ ഒരു ഡയമണ്ട് ഉണ്ട്. ഈ 10 കിലോയുടെ ഡയമണ്ട് മാറുന്ന അവന്റെ വാല്യൂ മാറുന്നത് എങ്ങനെയാ? അവന്റെ വെയ്റ്റിന്റെ സ്ക്വയർ അനുസരിച്ച്. വെയ്റ്റിന്റെ സ്ക്വയറിന് ആനുപാതികമായിട്ടാണ് അവന്റെ വാല്യൂ മാറുന്നത്. 10ന്റെ സ്ക്വയർ എത്രയാ? 100. അപ്പോൾ ഈ 100ന് കറസ്പോണ്ടിങ് ആയിരിക്കും എന്താ? അവന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്. ശരിയല്ലേ? 100ന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ഇത് അവന്റെ വാല്യൂ മാറുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ 10 കിലോയിനെ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്തു എന്ന് കരുതുക. ഒന്ന് ഞാൻ മുറിച്ച് 2 ആക്കി ഒരു 4 കിലോയും ഒരു 6 കിലോയും ആക്കി മാറ്റി എന്ന് വെച്ചോ. ഞാൻ 10 കിലോയിലിരുന്ന സാധനത്തിനെ ഞാൻ കട്ട് ചെയ്ത് 4ഉം 6ഉം ആക്കി മാറ്റി. ഇപ്പോൾ അവന്റെ വാല്യൂ എന്തായിരിക്കും? നമുക്കറിയാം വാല്യൂ എന്ന് പറയുന്നത്
സ്ക്വയർ ഓഫ് ദ വെയിറ്റ്. അപ്പോൾ 4ന്റെ സ്ക്വയറും 6ന്റെ സ്ക്വയറും കൂടെ ചേരുന്നതല്ലേ അവൻ്റെ വാല്യൂ. 4ന്റെ സ്ക്വയർ 16, 6ന്റെ സ്ക്വയർ 36. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ വെയിറ്റ് എത്രയാ? ഇപ്പോൾ അവൻ്റെ വാല്യൂ എത്രയാ? 52 രൂപ. കണ്ടോ, 10 കിലോ ആയിട്ടിരുന്നപ്പോൾ അവൻ്റെ വാല്യൂ എത്രയായിരുന്നു? 100 രൂപയ്ക്ക് തുല്യമായിരുന്നു. 100 രൂപയല്ല, 100 രൂപയ്ക്ക് തുല്യം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 4ഉം 6ഉം കിലോ ആക്കി മാറ്റിയപ്പോൾ അവൻ്റെ വാല്യൂ എത്രയ്ക്ക് തുല്യമായി? 52 രൂപയ്ക്ക് തുല്യമായി. ആദ്യം 100 ആയിരുന്നു, ഇപ്പോൾ 52 രൂപയ്ക്ക് തുല്യമായിരുന്നു. ലോസ് എത്രയായിരിക്കും സംഭവിച്ചേ? 48 രൂപയുടെ ലോസ് സംഭവിച്ചു. ശരിയല്ലേ? ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ചോദ്യം ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ 10 കിലോഗ്രാമിൻ്റെ ഒരു ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അവൻ്റെ വാല്യൂ മാറുന്നത് അവൻ്റെ സ്ക്വയർ ആയിട്ടായിരിക്കും. 10ന്റെ സ്ക്വയർ 100. അപ്പോൾ ഈ 10 കിലോനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് 4ഉം 6ഉം ആക്കി. 4ഉം 6ഉം ആക്കിയപ്പോൾ 4ന്റെ സ്ക്വയർ 6ന്റെ സ്ക്വയർ 6 36 അല്ലെ, 16 36. അപ്പോൾ ടോട്ടൽ 52 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ വാല്യൂ മാറുന്നത് എങ്ങനെയാ? അവിടുത്തെ ഡിക്രീസ് എത്രയാ? 100 രൂപ കിട്ടേണ്ടടുത്ത് എനിക്ക് കിട്ടിയത് 52 രൂപ. ലോസ് 48 രൂപ എനിക്ക് നഷ്ടമാണ് അവിടെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കുള്ള ബേസിക്സ്. ഇതിന്റെ ബേസിക്സ് എന്ന് പറയുന്നത് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ചോദ്യം ഒന്ന് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഈ ചോദ്യത്തിൽ നമുക്ക് ഇതേ ക്വാണ്ടിറ്റീസ് ഒക്കെ കൊടുക്കണം. നോക്കാമല്ലോ. അപ്പോൾ ആദ്യം എൻ്റെ കയ്യിലുള്ള ഒരു ഡയമണ്ട് അല്ലെ, ഒരു ഡയമണ്ട് എൻ്റെ കയ്യിലുണ്ട്. ഇവനെ ഞാൻ എന്ത് ചെയ്തു? മുറിച്ച്. ഓക്കെ, ഇവനെ മുറിച്ച് ഞാൻ 4 പീസസ് ആക്കി മാറ്റി. അപ്പോൾ കുഞ്ഞു 4 പീസസ് ആക്കി മാറ്റി ഇവനെ. ഓക്കെ, 4 കുഞ്ഞു പീസസ് ആക്കി മാറ്റി. വലിയൊരു സാധനം. 4 പീസസിന്റെ വെയിറ്റ്സ് എങ്ങനെയാ? 1. ആദ്യത്തേൻ്റെത് 1 ആണ്, രണ്ടാമത്തേൻ്റെ 2 ആണ്, മൂന്നാമത്തേൻ്റെ 3 ആണ്, നാലാമത്തേത് 4 ആണ്. ഈ ഒരു റേഷ്യോയിലാണ് എന്ത് ചെയ്യുന്നത്? യവന്മാരുടെ വെയിറ്റ് പോകുന്നത്. അപ്പോൾ ഇവന്റെ വാല്യൂ 1 അല്ലെ, റേഷ്യോന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇവ 1 ആണെങ്കിൽ ഇവ 2ഉം ഇവ 3ഉം ഇവ 4ഉം ആണ് എന്നാണ് റേഷ്യോയുടെ മീനിങ് പറയുന്നത് അല്ലെ. അങ്ങനെയെങ്കിൽ ഇവിടെ ഇവൻ 1 ആണ്, ഇവൻ 2 ആണ്, ഇവൻ 3 ആണ്, ഇവൻ 4 ആണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഒറിജിനലി ആ ഡയമണ്ടിന് എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു? നമ്മൾ ഒരു ഡയമണ്ടിനെ കട്ട് ചെയ്താണ് നമ്മൾ ഇത്രയാക്കി മാറ്റിയത്. അങ്ങനെയാണെങ്കിൽ അവൻ ചേർത്ത് വെക്കുമ്പോൾ എനിക്ക് എത്ര കിട്ടും? ഒറിജിനലി ആ ഡയമണ്ടിന് എത്ര ഉണ്ടായിരുന്നു? 4 3 7, 7 2 9, 1 10 കിലോ ഉണ്ടായിരുന്നു. ശരിയല്ലേ? 10 കിലോ അല്ല, റേഷ്യോയിൽ ഇവിടെ 4 ആണെങ്കിൽ അല്ലെ, 1 2 3 4 ആണെങ്കിൽ ഇവിടെ മൊത്തം എത്ര ഉണ്ടായിരുന്നു? 10 ഉണ്ടായിരുന്നു. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒറിജിനലി ആ ഡയമണ്ടിന്റെ ഭാരം 10ന് തുല്യമാണ്. ആ 10ന് തുല്യമായിട്ടുള്ള ആളെയാണ് നമ്മൾ എന്ത് ചെയ്തേ? ഈ 10 ആണ് നമ്മൾ കട്ട് ചെയ്ത് 1ഉം 2ഉം 3ഉം 4ഉം ആക്കി മാറ്റിയത്. ഇതൊക്കെ അല്ലേ? 10 ആണെങ്കിൽ നമുക്കറിയാം 10 ആണ് അവന്റെ മൊത്തം വെയിറ്റ് എങ്കിൽ അവന്റെ വാല്യൂ മാറുന്നത് എങ്ങനെയാ? സ്ക്വയർ അനുസരിച്ചല്ലേ. 10ന്റെ സ്ക്വയർ അനുസരിച്ച്. 10ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 ആയിരിക്കും അവന്റെ വാല്യൂ മാറുന്നത്. കറക്റ്റ്. അങ്ങനെയാണെങ്കിലേ കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ ഇവൻ 1 കിലോ, ഇവൻ 2 കിലോ, ഇവൻ 3 കിലോ, ഇവൻ 4 കിലോ. അവന്മാരുടെ വാല്യൂ എന്തായിരിക്കും? 1ന്റെ സ്ക്വയർ അല്ലെ, 1ന്റെ സ്ക്വയർ പ്ലസ് 2ന്റെ സ്ക്വയർ പ്ലസ് 3ന്റെ സ്ക്വയർ പ്ലസ് 4ന്റെ സ്ക്വയർ. എത്രയാ? 1 4 9 16. എല്ലാം കൂടെ എത്രയാവും? 16 25 29 30. അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടെ 30 കിട്ടും അല്ലെ, മൊത്തം 30. ഓക്കെ, ആക്ച്വലി എനിക്ക് 100 രൂപ കിട്ടേണ്ടടുത്ത് ഞാൻ അവന്മാരെ കട്ട് ചെയ്ത കാരണം എനിക്ക് എത്ര കിട്ടിയുള്ളൂ? 30ന് തുല്യമായിട്ടുള്ള ആരാളിലേക്കല്ലേ കിട്ടിയുള്ളൂ അല്ലെ. 100 കിട്ടേണ്ടടുത്ത് എനിക്ക് കിട്ടിയത് 30ന് തുല്യമായിട്ടുള്ള ആള്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് നഷ്ടം സംഭവിച്ചത് എത്രയാ? ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റുകയാണേ. അപ്പോൾ ഇവിടെ ഇനി നിങ്ങൾക്കറിയാം ഒറിജിനലി 10 ആയിരുന്നു വെയിറ്റ്. അവന്റെ വാല്യൂ മാറുന്ന അവന്റെ സ്ക്വയർ അനുസരിച്ചാണ്, വിച്ച് ഈസ് 100. യവന്മാരുടെ 1 ആണ്, വാല്യൂ മാറുന്ന 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 16 9 25 25 29 30. ഒറിജിനലി 100 രൂപയ്ക്ക് തുല്യമായിട്ട് എനിക്ക് കിട്ടിയത് 30 രൂപ. കട്ട് ചെയ്ത് കാരണം എനിക്ക് എത്ര രൂപ നഷ്ടമായി? 70 രൂപയുടെ ലോസ് സംഭവിച്ചു. 70 രൂപയുടെ ലോസ് സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയുന്നത് എത്രയാ? എത്ര രൂപയുടെ ലോസ് എനിക്ക് സംഭവിച്ചു? ഇഫ് ദ ഒറിജിനൽ വാല്യൂ ഓഫ് ദ ഡയമണ്ട് ഇൻ റുപ്പീസ് വാസ് 2,50,000. ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത് 2,50,000 ആണെങ്കിൽ
നമ്മുടെ ലോസ് ഡ്യൂ ടു ഡാമേജ് എത്രയാണ് എന്നാണ് ചോദ്യം. ലോസ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് ആരാ? ഒറിജിനൽ വാല്യൂ തന്നിട്ടുണ്ട്. ഒറിജിനൽ വാല്യൂ ആരാ? 2,50,000 അല്ലേ? അപ്പോൾ നമ്മൾ റേഷ്യോ ആയിട്ട് എടുത്തതിന്റെ ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത് 100 അല്ലേ ഒറിജിനൽ? ഇതെനിക്ക് കിട്ടിയ വാല്യൂ അല്ലേ? ലോസ് 70 അല്ലേ? ഈ 100ന് തുല്യമായിട്ടുള്ളവനാണ് ആരാ? ഈ 100ന് തുല്യമാണ് ക്വസ്റ്റ്യനിൽ പറയുന്ന 2,50,000. ഇവിടെ എനിക്ക് കിട്ടിയ ഒറിജിനൽ വാല്യൂ 100, ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയത് 2,50,000. അങ്ങനെയാണെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ലോസ് അല്ലേ? 100ന് തുല്യമായിട്ടുള്ളവൻ 2,50,000 ആണെങ്കിൽ 70ന് തുല്യമായിട്ടുള്ളവൻ ആര് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 100നെ എങ്ങനെ 25 അല്ലെങ്കിൽ 2,50,000 ആക്കാം? ഇൻറ്റു ഒരു 25ഉം ഒരു മൊത്തം 4 പൂജ്യം അല്ലേ, ഒരു 2 പൂജ്യവും കൂടെ ആഡ് ചെയ്യാവോ? അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഒരു 25ഉം 2 പൂജ്യവും കൂടെ കൊടുക്കാവോ? വിച്ച് ഈസ് 7 × 5 അല്ലെ, 7 × 25. 7 × 25 എന്ന് പറയുമ്പോൾ 175. എത്ര പൂജ്യം? 3 പൂജ്യം. വിച്ച് ഈസ് ദ റൈറ്റ് ആൻസർ. 175,000 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ? 100ന് തുല്യമാണ് ക്വസ്റ്റ്യനിലുള്ള 2,50,000 എങ്കിൽ 70 ആണ് എൻ്റെ ലോസ്. എൻ്റെ ലോസ് എത്ര? ലോസ് എന്ന് ചോദിച്ചാൽ 70നെയും ഇൻറ്റു 25 ചെയ്യുക. അതേ സാധനം 25,000 വിച്ച് ഈസ് 7. അല്ല, അഥവാ ചിലപ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂ ആണ് ചോദിക്കുന്നതെങ്കിലോ? എനിക്ക് കിട്ടിയത് 30 രൂപയ്ക്ക് തുല്യമായിട്ടുള്ളവനല്ലേ? 30ന് കറസ്പോണ്ടിങ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ആരായിരിക്കും? എനിക്ക് കിട്ടിയ തുകയായിരിക്കും. 30നെയും ഇതേ 25 2 പൂജ്യം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ ഈ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് ഏത് ചോദ്യം വേണമെങ്കിലും ചെയ്യാം. ഏത് ചോദ്യവും വളരെ ഈസി ആയിട്ട് ചെയ്യാം. അത് നമ്മൾ ഒരുപാട് ടൈം എടുക്കുന്ന ചോദ്യമാണ് അല്ലെ? പക്ഷെ നമുക്ക് ഈ പറയുന്ന ഒരു റേഷ്യോന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റി. ഓക്കെ, ഈസി അല്ലേ? ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം വായിച്ചു നോക്കിയേ. ഒരു എക്സാമിനേഷൻ ഉണ്ട്. എക്സാമിനേഷനിൽ മൊത്തം എത്ര പേപ്പറുണ്ട്? 2 പേപ്പറുണ്ട്. അതിൽ ഒരെണ്ണം ജോഗ്രഫിയും ഒരെണ്ണം ഹിസ്റ്ററിയും ആണ് ബേസിക്. ദെൻ 75% ഓഫ് ദ കാൻഡിഡേറ്റ് പാസ്ഡ് ഇൻ ജോഗ്രഫി. മൊത്തം ഉള്ളതിൽ 72% കുട്ടികൾ ജോഗ്രഫിക്ക് പാസ്സായി. 48% ഓഫ് ദ കാൻഡിഡേറ്റ് പാസ്ഡ് ഇൻ ഹിസ്റ്ററി. 48% കുട്ടികൾ എന്തിൽ പാസ്സായി? ഹിസ്റ്ററിയിൽ പാസ്സായി. 22% ഓഫ് ദ കാൻഡിഡേറ്റ് പാസ്ഡ് ഇൻ നെയ്തർ. 22% കുട്ടികൾ ഒന്നിലും പാസ്സായില്ല. എങ്കിൽ ഇഫ് 3,360 കാൻഡിഡേറ്റ് വെയർ ഡിക്ലെയർഡ് ടു ഹാവ് പാസ്ഡ് ഇൻ ബോത്ത് ദ പേപ്പേഴ്സ്. 2 പേപ്പറിലും പാസ്സായിട്ടുള്ള കുട്ടികൾ മൊത്തം 3,360 കുട്ടികൾ ഉണ്ടെങ്കിൽ വാട്ട് വാസ് ദ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് അപ്പിയർഡ് ഇൻ ദ എക്സാമിനേഷൻ? മൊത്തം എത്ര കുട്ടികൾ ആ എക്സാമിൽ അപ്പിയർ ചെയ്തു എന്നതാണ് ചോദ്യം. ഓക്കെ, ചോദ്യം ക്ലിയർ അല്ലേ? 2 പേപ്പറുണ്ട്. ആദ്യത്തിൽ 72% കുട്ടികൾ ജയിച്ചു, രണ്ടാമത്തേൽ 48 ജയിച്ചു, 22% കുട്ടികൾ മൊത്തത്തിൽ തോറ്റുപോയി. അങ്ങനെയാണെങ്കിൽ എത്ര കുട്ടികളാണ് ആ എക്സാമിൽ അപ്പിയർ ചെയ്തത് അല്ലെ? ഇവിടെ ഒരാളെ തന്നിട്ടുണ്ട്. ആരാ? മൊത്തം ഹാവ് പാസ്ഡ് ഇൻ ബോത്ത് ദ പേപ്പേഴ്സ്. 2 പേപ്പേഴ്സിലും കൂടെ ജയിച്ച കുട്ടികൾ മൊത്തം 3,360 ആണെങ്കിൽ ദെൻ കണ്ടുപിടിക്കേണ്ടത് ആരാ? വാട്ട് വാസ് ദ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്പിയർഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ്. ഓക്കെ, ആക്ച്വലി ഈ ചോദ്യത്തിനൊരു സ്ട്രക്ചർ ഉണ്ട് അല്ലേ? ആദ്യത്തെ ഒരാൾ, രണ്ടാമത്തെ ആൾ അല്ലെ? ആദ്യത്തേൽ 72%, രണ്ടാമത്തേൽ 48%, അതിൽ 22% രണ്ടിലും പാസ്സായില്ല എന്ന് പറയുന്ന ഒരു ടൈപ്പ് മോഡലാണ് അല്ലേ? അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പണ്ടൊരു വെൻ ഡയഗ്രാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ വെൻ ഡയഗ്രാം വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോ ആദ്യത്തെ ആള് ആരാ? ജോഗ്രഫി ആണെന്ന് വെച്ചോ. ഇത് രണ്ടാമത്തെ ആള് ഹിസ്റ്ററി ആണെന്ന് വെച്ചോ. ജോഗ്രഫിയിൽ പാസ്സായവര് മൊത്തം 72% കുട്ടികൾ ജോഗ്രഫിയിൽ പാസ്സായി. എന്നുവെച്ചാൽ അതിൽ കുറച്ച് ആൾക്കാർ ഇതാ ഇവിടെയുണ്ട്. അതിൽ 48% കുട്ടികൾ ഹിസ്റ്ററിയിലും പാസ്സായി. അപ്പോൾ ഹിസ്റ്ററിയിൽ പാസ്സായത് ഇവിടെയുണ്ട്, ശരിയല്ലേ? രണ്ടിലും കൂടെ ചേർന്ന് വരുന്ന പിള്ളേരുണ്ട്, രണ്ടിലും ജയിച്ച പിള്ളേരുണ്ട്. അടുത്ത് കൊടുത്തിട്ടുള്ള ആരാ? 22% ഓഫ് ദ കാൻഡിഡേറ്റ് പാസ്ഡ് ഇൻ നെയ്തർ. രണ്ടിലും ജയിച്ചില്ല. ആക്ച്വലി ഇത് മൊത്തത്തിൽ 72%, ഇത് മൊത്തത്തിൽ 48%. ഇതെന്ന് പറയുന്നത് രണ്ടിലും കൂടെ ജയിച്ച കുട്ടികളല്ലേ? ഇതെന്ന് പറയുന്നത് രണ്ടിലും കൂടെ ജയിച്ച കുട്ടികളല്ലേ? പക്ഷെ അതാണോ 22? പക്ഷെ അല്ല. കാരണം 22 എന്ന് പറയുന്നത് രണ്ടിലും കൂടെ തോറ്റ പിള്ളേരാ. രണ്ടിലും തോറ്റ പിള്ളേരെയാണ് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ടിലും കൂടെ ജയിച്ച പിള്ളേരെ കണ്ടുപിടിക്കണമല്ലോ. രണ്ടിലും കൂടെ ജയിച്ച പിള്ളേരെ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിറയുള്ളൂ മാർഗം. എന്താ, നമ്മൾ പണ്ടൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. എ ഇന്റർസെക്ഷൻ ബി, എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ഒരു ഫോർമുല പണ്ട് പഠിച്ചിട്ടുണ്ട്. എ ഇന്റർസെക്ഷൻ എന്ന് വെച്ചാൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളവനെ കണ്ടുപിടിക്കാനായിട്ട് എന്താ, എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ യൂണിയൻ ബി. ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എയിൽ ജയിച്ച ആൾക്കാർ, ബിയിൽ ജയിച്ച ആൾക്കാർ, ഇത് രണ്ടിലും കൂടെ ജയിച്ച ആൾക്കാർ, അതാണ് എ യൂണിയൻ ബി. അപ്പോൾ ഇവിടെ ഉള്ളത് 72 പേര് ജോഗ്രഫിയിൽ പാസ്സായി, 48% ആൾക്കാർ ഹിസ്റ്ററിയിൽ പാസ്സായി. പക്ഷെ 22% ആൾക്കാർ രണ്ടിലും ജയിച്ചില്ല. 22% ആൾക്കാർ രണ്ടിലും ജയിച്ചില്ലെങ്കിൽ എത്ര ആൾക്കാർ രണ്ടിലും ജയിച്ചു കാണും? 22% ആൾക്കാർ രണ്ടിലും ജയിച്ചില്ല എങ്കിൽ നമുക്ക്, കാരണം ഇതെല്ലാം പറയുന്നത് ജയിച്ചവരെ വെച്ചല്ലേ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ജയിച്ചവരെ നോക്കണം. 72 അതിൽ ജയിച്ചു, 48 ഇതിൽ ജയിച്ചു. അങ്ങനെയാണെങ്കിൽ രണ്ടിലും കൂടെ ജയിച്ചവർ എത്ര കാണും? രണ്ടിലും കൂടെ ജയിച്ചവർ ബാക്കിയുള്ള 22% പെക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എത്ര ശതമാനം കാണും? ഒരു 78% ആൾക്കാർ രണ്ടിലും ജയിച്ചവരായിരിക്കും. എ യൂണിയൻ ബി, എ യൂണിയൻ. ഓക്കെ, രണ്ടിലും കൂടെ ജയിച്ചവർ എത്രയാണ്? 22% രണ്ടിലും തോറ്റു. അങ്ങനെയാണെങ്കിൽ ബാക്കി 78% കുട്ടികൾ രണ്ടിലും ജയിച്ചു. ശരിയല്ലേ? അങ്ങനെയാണെങ്കിലേ നമുക്ക് ഈ പറയുന്ന കോമൺ ആയിട്ടുള്ള, ഇതല്ലേ നമ്മുടെ കോമൺ, ഈ കോമൺ ആയിട്ടുള്ള ആളിനെ ഒന്ന് കണ്ടുപിടിക്കാവോ? കണ്ടുപിടിക്കുമ്പോൾ എയിൽ ജയിച്ചവർ 72 പ്ലസ് ബിയിൽ ജയിച്ചവർ 48 മൈനസ് രണ്ടിലും കൂടെ ജയിച്ചവർ 78. അങ്ങനെയാണെങ്കിൽ എന്താവും? 70ഉം 40ഉം 110, 120, 120ൽ നിന്ന് ബാക്കി 78 പോകുമ്പോൾ എത്ര കിട്ടും? ഒരു 22, 42 എന്ന് പറഞ്ഞ് കിട്ടും. 42. ഇതാണ് എന്ത് ചെയ്തേ? രണ്ടിലും കൂടെ ജയിച്ചവര്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ പറയുന്ന ഭാഗത്ത് വരുന്ന ആരാ? രണ്ടിലും കൂടെ ജയിച്ചവര് മൊത്തം 42%. ഓക്കെ, 72% മൊത്തത്തിൽ ജയിച്ചു, 48% മൊത്തത്തിൽ ജയിച്ചു, രണ്ടിലും കൂടെ ജയിച്ചത് 42%. ആദ്യത്തെ ആളെ കിട്ടിയോ? അത് കൂട്ടി കോമൺ ആയിട്ടുള്ളവനെ കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 42%. എടാ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ടത്, ആക്ച്വലി ഇത് രണ്ടിലും കൂടെ ഉള്ളതല്ലേ, ഈ 72 എന്ന് പറയുന്ന മൊത്തത്തിലുള്ളതല്ലേ. അങ്ങനെയാണെങ്കിലേ ഈ ജോഗ്രഫിക്ക് മാത്രം ജയിച്ചവരെന്തായിരിക്കും? ജോഗ്രഫിക്ക് മാത്രം മൊത്തത്തിൽ 72, ഇവിടെ ഒരു 42 ഉണ്ട്. ഈ പറയുന്ന 72നെ ഈ 42 കുറയ്ക്കുക, ബാക്കി എത്ര കിട്ടും? 30% ആൾക്കാരാണ് ജോഗ്രഫിയിൽ മാത്രം ജയിച്ചത്. ഒന്നാമത്തെ ആളായി. 42% കോമൺ, 48% എല്ലാത്തിലും ഉണ്ട്. എന്ന് വെച്ചാൽ ഈ പറയുന്ന 42ലും ഈ 48 ഉണ്ട്. അപ്പൊ ഹിസ്റ്ററിയിൽ മാത്രം ജയിച്ചവരെ എത്രയായിരിക്കും? 48ൽ നിന്ന് 42 പോവുക, ബാക്കി 6% ആൾക്കാർ. ഓർക്കുക, മൊത്തം 42 ഉണ്ട്. 42ല് ഇത് മൊത്തമാണ് 42. 72 പേരുണ്ടെങ്കിൽ ബാക്കിയുള്ള 30 പേര് ഇത് മാത്രം. എന്ന് വെച്ചാൽ ജോഗ്രഫി മാത്രം ജയിച്ചവര് ഒള്ളി ജോഗ്രഫി 7, ഒള്ളി ഹിസ്റ്ററി 6. ഇപ്പോൾ എല്ലാം കൂടെ ചേർന്നപ്പോൾ എത്രയായി? 40ഉം 30ഉം 70, 72, 76% എല്ലാം കൂടെ ജയിച്ച ആൾക്കാരുണ്ട് കേട്ടോ. 76%, 78% എല്ലാവരും കൂടെ ജനിച്ചത്, 22% ബാക്കി തോറ്റത് കേട്ടോ. എല്ലാത്തിലും കൂടെ അത്രയായി. ക്ലിയർ? അപ്പോൾ ഇനി എങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് അപ്പിയേർഡ് ഇൻ ദ എക്സാമിനേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. മൊത്തം, എടാ ശതമാനത്തിലല്ലേ എടുത്തിട്ടുള്ളത്? മൊത്തം ജയിച്ചവരും തോറ്റവരും കൂടെ ചേരുമ്പോ അല്ലേ ടോട്ടൽ ആവുന്നേ. ടോട്ടൽ എത്ര പിള്ളേർ കാണും? ടോട്ടൽ ഇപ്പോ ഇത് മൊത്തത്തിൽ 100 പിള്ളേരാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. കാരണം ശതമാനം ആവുമ്പോ കംപ്ലീറ്റ് വരുന്ന എത്രയാ? 100. അപ്പൊ 100ന് കറസ്പോണ്ടിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആള്. ഇതിൽ ആരെ തന്നിട്ടുണ്ട്? ഇഫ് 3360 candidates were declared to have passed in both the papers, 2 പേപ്പേഴ്സിലും കൂടെ ജയിച്ചവര് എത്ര ആൾക്കാരുണ്ട്? 3360 ഉണ്ട്. ഈ 3360 രണ്ടിലും കൂടെ ജയിച്ചവരല്ലേ? ആക്ച്വലി ഇതല്ലേ രണ്ടിലും കൂടെ ജയിച്ചവര്? ആരാ? 42% തുല്യമായിട്ടുള്ളവര്. 42% തുല്യമായിട്ടുള്ളവരാണ് രണ്ടിലും കൂടെ ജയിച്ചതെങ്കിൽ 100ന് തുല്യമായിട്ടുള്ളവര് മൊത്തം ആൾക്കാരല്ലേ? അങ്ങനെയാണെങ്കിൽ 42നെ 3360 ആക്കണം. എങ്ങനെയാക്കാം? ഒന്നാക്കണം. ആക്കുമ്പോ എങ്ങനെ എഴുതാം? ഇതെങ്ങനെ എഴുതാം? അവനെ 42നെ 3360 ആക്കുക. 3360 ആക്കാനായിട്ട് നമുക്കൊരു 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ? 8 80, 2 8 16, 4 8 32, 33. 3360 അല്ലേ?
42 ഒരു 80 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 33 60 കിട്ടോ. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിലെ കാണാൻ 100നെയും അതേ 80 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ, വിച്ച് ഈസ് 80 2 0 8000 ഈസ് ദ റൈറ്റ് ആൻസർ. വിച്ച് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ, ഈസി. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. ആ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. 72 എന്ന് പറയുന്ന മൊത്തത്തിൽ ജയിച്ച ആൾക്കാരാണ്, 48% മൊത്തത്തിൽ ജയിച്ചവരാണ്, 22% മൊത്തത്തിൽ തോറ്റവരുമാണ്. പക്ഷെ നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് വേണ്ടത് ഇതിൽ എത്ര ആൾക്കാർ അപ്പിയർ ചെയ്തു എന്നാണ് വേണ്ടത്. ഇത് ജയിച്ചവരാണ്, ഇതും ജയിച്ചവരാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന എന്തിൽ വരണം? ജയിച്ചവരിൽ വരണം. പക്ഷെ നമുക്ക് ജയിച്ചവരല്ല, ഇതെന്താണ്? ഫെയിൽ ആയവരാണുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ആദ്യം ജയിച്ചവരെ കണ്ടുപിടിച്ചിട്ട് ആ ജയിച്ചവരെ വെച്ചിട്ട് ഈ പറയുന്ന 42% വെച്ച് ഈ രണ്ടാൾക്കാരെ മാറ്റി. ഈ രണ്ടാൾക്കാരെ മാറ്റിയിട്ട് ഈ 42% തുല്യമാണ് 33 60 എങ്കിൽ മൊത്തം കുട്ടികളെ നമ്മൾ ശതമാനത്തിലായതുകൊണ്ട് മൊത്തം എന്ന് പറയുന്നത് 100% അല്ലേ? 100%ന്റെ ആളെ കണ്ടുപിടിച്ചു. 42നെ 33 60 ആക്കാൻ 80 കൊണ്ട് ഗുണിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ 100നെ എന്താക്കാം? 100നെ അതേ 80 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, വെച്ച് 8000 ആൾക്കാർ എന്തിലുണ്ട്? ഇവിടെ മൊത്തത്തിൽ അപ്പിയർ ചെയ്ത കുട്ടികളുണ്ട്, വിച്ച് ഈസ് 8000 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ CSRന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് അടുത്ത ചോദ്യമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.